ബാല്യകാല സ്മരണകൾ ഉയർത്തുന്ന അമ്മയുടെ നാട്ടിലേക്ക് വീണ്ടും ഒരു യാത്ര കൂടി. അമ്മയുടെ ബാല്യകാലം ചിലവഴിച്ച ചങ്ങനാശ്ശേരിയിലെ പ്രധാനമായ കാഴ്ചകളിലൊന്നാണ് അന്നും ഇന്നും ബോട്ടുകെട്ടിക്കടവ്. പണ്ടുകാലത്ത് ഒരിക്കലിവിടെ പോയ ഒരു ചെറിയ ഓർമ്മ വീണ്ടും ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി അങ്ങോട്ട്. പഴയകാലത്ത് പ്രതാപം ഇന്ന് ബോട്ടുകെട്ടിക്കില്ല. കായൽ പോളകൾ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കച്ചവട കേന്ദ്രങ്ങളില്ല. വഴികളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. നടപ്പാതകൾ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അവിടെ ടൈലുകൾ നിരത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ അവിടെ വന്നിരിക്കാറുണ്ട്, വിശ്രമിക്കാറുണ്ട്. ഒക്കെ ശരി തന്നെ. പക്ഷേ ബഹളവുമില്ലാത്ത പണ്ടകശാലകളും അതുപോലെ വീഥികളും ഇന്ന് അന്യമായിരിക്കുന്നു. ആളുകൾ അവിടെ വല്ലപ്പോഴും മാത്രമായി വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും ആകർഷകമായിരുന്ന ചന്തക്കടവും അതിലെ കച്ചവട കേന്ദ്രങ്ങളും ആൾത്തിരക്കും അതുപോലെ തന്നെ അവിടുത്തെ സമൃദ്ധിയും ഐശ്വര്യവും ഇന്ന് പോയിരിക്കുന്നു. ആളുകൾ ഒരുപക്ഷെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമായി ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരു പ്രവണത ആയി ഇന്ന് മാറുന്നു. കച്ചവട കേന്ദ്രങ്ങളും പോയി മറിഞ്ഞെങ്കിലും ബോട്ടുകെട്ടിക്കടവിന് പഴയ പ്രതാപമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാലും പണ്ട് കാലത്തുണ്ടായിരുന്ന കുരിശുപള്ളിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന കായലിനോട് അടുത്ത് തന്നെയുള്ള വിളക്ക് കാലുകളും, അഞ്ചു വിളക്കെന്ന് പറയും, അതും ഇവിടുത്തെ ഒരു കാഴ്ച ഒരുക്കുന്നു. താറാവിനെ മേയ്ക്കുന്നവരും പാടങ്ങളും നെൽകൃഷിയും ഒക്കെയുണ്ട്. പക്ഷേ എന്നാലും പഴയ പ്രതാപമില്ല, ഐശ്വര്യമില്ല. കാട് കയറി കിടക്കുന്ന ചെളിവന്ന് മൂടിയ ധാരാളം പ്രദേശങ്ങളും കായലും വല്ലപ്പോഴും വന്നിരിക്കുന്ന കടൽ പക്ഷികളും അട്ടയിട്ടാണ് പറന്നു നടക്കുന്ന പഴയ പ്രതാപം വിളിച്ചതെന്ന വീതികളും എല്ലാം ഉണ്ടെങ്കിലും പഴയ ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന ഗൃഹാതുരത്വം, അമ്മയുടെ നാടെന്നുള്ള സങ്കല്പവും ഐശ്വര്യവും സമൃദ്ധിയും അന്ന് സമ്മാനിച്ച ഒട്ടേറെ സന്തോഷങ്ങളുള്ള നിമിഷങ്ങളും അമ്മയുടെ ഓർമ്മ പോലെ തന്നെ നൊമ്പരമുയർത്തി അതിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. ചങ്ങനാശ്ശേരി അമ്മയുടെ പ്രിയപ്പെട്ട നാട്.